റിവിറ്റ് MEP മലയാളത്തിൻ്റെ 46ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണ ഫ്ലോറിൻ്റെ കുറച്ച് മോഡിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഫ്ലോർ എങ്ങനെയാണ് വരയ്ക്കുന്നത്, അതുപോലെ തന്നെ സ്റ്റെപ്പ് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നോളമാണ് ഈ ഒരു വീഡിയോ വരുന്നത്. കാരണം നമുക്ക് ഈ ഫ്ലോറിൽ തന്നെ കുറച്ചധികം മോഡിഫിക്കേഷൻസ് നമുക്ക് ചെയ്യാനായിട്ട് അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വേറൊരു ഫ്ലോർ വരയ്ക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാൻ കഴിയുന്നതെന്നൊക്കെ ഉള്ളത് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്ലോർ വരച്ച് കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു. ഇനി നമുക്ക് 3D വ്യൂ ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് വ്യൂവിൽ പോയതിനു ശേഷം ഇവിടെ 3D. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫ്ലോർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യണം അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഈ ഒരു ഫ്ലോർ എന്ന് പറയുന്നത് സ്ലോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോർ ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എലിവേഷനിലേക്ക് പോകാം. എലിവേഷനിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ വരച്ച ഫ്ലോർ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കറക്റ്റ് ആയിട്ടുള്ളൊരു ലെവലിലാണ് ഈ ഒരു ഫ്ലോർ വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ തിരിച്ച് ലെവൽ 1ലേക്ക് വന്നതിന് ശേഷം ഞാൻ ഈ ഒരു ഫ്ലോർ ഇവിടെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഫസ്റ്റ് എഡിറ്റ് എന്ന് പറയുന്നത് എഡിറ്റ് ബൗണ്ടറി. ഇത് നമുക്ക് അറിയാവുന്നതാണ്. നമുക്കിതിനെ വേണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാനായിട്ടൊക്കെ സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു സ്ക്വയർ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, അതുപോലെ ഈ ഒരു സർക്കിൾ ഞാനിവിടെ കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഇവിടെ കട്ട് ചെയ്ത് വരും. അതിന് വേണ്ടിയിട്ട് നമുക്ക് എഡിറ്റ് ബൗണ്ടറി എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ 3D വ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഓക്കെ, ഇത് കൂടാതെ നമുക്ക് കുറച്ച് ഓപ്ഷൻസും കൂടെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം തിരിച്ച് ലെവൽ 1ലേക്ക് വന്ന ശേഷം ഇത് സെലക്ട് ചെയ്തു. ഓക്കെ, ഞാൻ ഈ എഡിറ്റ് ബൗണ്ടറി കൊടുത്ത ശേഷം ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതെല്ലാം ഡിലീറ്റ് ചെയ്തതിന് വീണ്ടും ഞാൻ ഈ ഒരു ഫ്ലോർ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ശേഷം ഇവിടെ എഡിറ്റ് ബൗണ്ടറിയിലേക്ക് പോകും. എഡിറ്റ് ബൗണ്ടറി പോയതിനു ശേഷം ഇവിടെ സ്ലോപ്പ് ആരോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്കിത് സെലക്ട് ചെയ്യാം. ഈ ഒരു സ്ലോപ്പ് ആരോ സെലക്ട് ചെയ്തതിനു ശേഷം എനിക്കിവിടെ സ്ലോപ്പ് കാണിച്ചു കൊടുക്കാനായിട്ട് കഴിയും. അതായത് ഈ ഒരു ഫ്ലോർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നൊരു ഫ്ലോറാണ്. നമുക്ക് ലെവൽ 1ലേക്ക് പോയി അല്ലെങ്കിൽ എലിവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടത് മനസ്സിലാവും. ഇതാണിപ്പം നമ്മൾ വരച്ചൊരു ഫ്ലോർ. ഓക്കെ, ഇതിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ഇത് സെലക്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പിങ്ക് ലൈനിൽ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ ഒരു ഫ്ലോർ പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഇതിനൊരു സ്ലോപ്പ് കൊടുക്കണം എങ്കിലും നമുക്കിവിടെ സ്ലോപ്പ് ആരോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഫ്ലോറിന് സ്ലോപ്പ് കൊടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ സ്ലോപ്പ് സെലക്ട് ചെയ്തു, അതായത് സ്ലോപ്പ് ആരോ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ആരോ ഇവിടെ കൊടുക്കുകയാണ്, സ്ലോപ്പ് ആരോ കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ആരോ ഇവിടെ കൊടുത്തു. അതിനുശേഷം ഞാൻ ടിക്ക് മാർക്ക് കൊടുത്തു. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നേരെ പോകുന്നത് 3D വ്യൂയിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ ഒരു ഫ്ലോർ അല്പം ഉയർന്നിട്ടുണ്ട്. അതായത് ഈ ഒരു സൈഡ് അല്പം ഉയർന്നിട്ടുണ്ട്, ഈ സൈഡ് ലെവൽ 1ൽ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ഈ ലെവൽ 1ൻ്റെ ലൈൻ കുറച്ചുകൂടി ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, ഇത് കണക്ക് ചെയ്തപ്പോൾ കണ്ടോ ലെവൽ 1ലാണ് ഒരു എൻഡ് നിൽക്കുന്നത്, മറെൻഡ് എന്ന് പറയുന്നത് അല്പം പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്ലോപ്പ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഏത് ഫ്ലോറാണോ നമുക്ക് സ്ലോപ്പ് കൊടുക്കേണ്ടത് ആ ഒരു ഫ്ലോർ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഇവിടെ എഡിറ്റ് ബൗണ്ടറി കൊടുക്കണം. എഡിറ്റ് ബൗണ്ടറി കൊടുത്തതിന് ശേഷം ഇവിടെ ഓൾറെഡി സ്ലോപ്പ് ആരോ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഹൈഡായി കിടക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷനൂടെ ഒക്കെ വരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു സ്ലോപ്പ് ആരോ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ സെലക്ട് ചെയ്യുമ്പോഴേക്കും ഈ ഒരു ആരോയുടെ ഡീറ്റെയിൽ എല്ലാം പ്രോപ്പർട്ടി ബോക്സിലേക്ക് വരും. ഇവിടെ നോക്കുമ്പോഴേക്കും കണ്ടോ ഇവിടെ ലെവൽ അറ്റ് ടൈൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ലെവൽ അറ്റ് ടൈൽ എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നാണോ ഈ ഒരു ആരോ സ്റ്റാർട്ട് ചെയ്തത് ആ പോയിന്റിനെയാണ് ലെവൽ അറ്റ് ടൈൽ എന്ന് പറയുന്നത്. ഇവിടെ ലെവൽ അറ്റ് ഹെഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് പറയുന്നത് ഈ ഒരു ആരോ വന്നിരിക്കുന്നത്, അതായത് ഈ ഒരു ആരോ വരച്ച് നമ്മൾ എവിടെ എൻഡ് ചെയ്യുന്നു ആ ഒരു സൈഡിനെയാണ് ലെവൽ അറ്റ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ 2 പോയിന്റിൽ ഓപ്സെറ്റ് ലെവൽ നമുക്ക് മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്കിപ്പം ലെവൽ അറ്റ് ടൈൽ എന്ന് പറയുന്നത് ഡിഫോൾട്ടാണ് കിടക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇത് സെലക്ട് ചെയ്ത ശേഷം ലെവൽ 1 ആക്കി കൊടുക്കും. ലെവൽ 1ൽ നിന്ന് എത്ര സ്ലോപ്പാണ് വേണ്ടതെന്നാണ് നമുക്ക് ഹൈറ്റ് ഓപ്സെറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പം ഇവിടെ ലെവൽ അറ്റ് ടൈലിന് 0 കൊടുക്കുക. ഞാനിവിടെ സ്ലോപ്പ് ഒന്നും കൊടുക്കേണ്ട, എനിക്ക് അവിടെ നിന്ന് 0യിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ലെവൽ അറ്റ് ഹെഡ് എന്ന് പറയുന്നതുകൊണ്ട് അത് ഞാൻ ലെവൽ 1 തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഹൈറ്റ് ഓപ്സെറ്റ് ഞാൻ കൊടുക്കാൻ പോണത് ഒരു 500 എനിക്ക് ഓപ്സെറ്റ് വേണം. ഓക്കെ, ഞാനിവിടെ അപ്ലൈ കൊടുത്തു. ഓക്കെ, എടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ ടിക്ക് മാർക്ക് ചെയ്യുവാണ്. ഇവിടെ 3D വ്യൂ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ആരോ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആരോ എൻഡ് അതായത് ലെവൽ അറ്റ് ഹെഡ് എന്ന് പറയുന്ന പോർഷൻ 500 ഉയർന്നാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇപ്പം ഞാൻ ഈ ഒരു ആരോ വരച്ചപ്പം സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാണ് ഈ ഒരു പോയിന്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് ഈ പോയിന്റിൽ അവസാനിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലെവൽ അറ്റ് ടൈൽ എന്ന് പറയുന്ന പോർഷനാണ്. അതായത് പ്രോപ്പർട്ടി ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെവൽ അറ്റ് ടൈൽ എന്ന് പറയുന്ന പോർഷനാണ്. ആരും ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റ് ആയിരിക്കും 0 ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. അതുകൊണ്ട് ഞാൻ ലെവൽ 1ലേക്ക് വന്നു. അതിനുശേഷം ഞാൻ വീണ്ടും ഈ ഒരു ഫ്ലോർ സെലക്ട് ചെയ്യണം. അതിനുശേഷം എഡിറ്റ് ബൗണ്ടറിയിലേക്ക് പോയി. എഡിറ്റ് ബൗണ്ടറിയിലേക്ക് പോയ ശേഷം ഞാൻ ഈ ഒരു ആരോ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാണ്. ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഏതാണ്ട് ഒരു സെൻട്രൽ പോർഷനിലേക്ക് ഈ ഒരു ആരോ സ്റ്റാർട്ട് ചെയ്തു. അതായത് ലെവൽ അറ്റ് ടൈൽ എന്ന് പറയുന്ന പോർഷൻ സെൻട്രൽ പോർഷനാണ്. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ടിക്ക് മാർക്ക് കൊടുത്തു. നമുക്ക് 3D വ്യൂയിലേക്ക് പോവാം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു പോയിന്റാണ് ഇവിടെ 0 ആയിട്ട് വന്നിരിക്കുന്നത്.
അവിടെ നിന്ന് കൃത്യമായ ഒരു സ്ലോപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്തെടുക്കാനായിട്ടൊക്കെ സാധിക്കും. അതിനുവേണ്ടി വീണ്ടും എഡിറ്റ് ടൈപ്പിലേക്ക് വരുന്ന ശേഷം ഞാൻ ഈ ഒരു ആരോ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ വീണ്ടും ഈ ഒരു ഫ്ലോർ സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു ഫ്ലോർ സെലക്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ മോഡിഫൈ സബ് എലമെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് ഓപ്പൺ ചെയ്യാൻ നേരത്തെ ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചിരുന്നത്? നമുക്ക് ഈ ഒരു ഫ്ലോറിന്റെ ബൗണ്ടറി കാണിച്ചിരുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര കോർണർ ഉണ്ടെന്നും ഇവിടെ കാണിച്ചിരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു 4 കോർണർ ഉണ്ട്. ആ 4 കോർണറും ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ 5 കോർണർ ഉണ്ടെങ്കിൽ ഇതുപോലെ 5 കോർണറും ഇവിടെ കാണിച്ചു തരുന്നതിന്. ഓക്കെ, എനിക്ക് ഇവിടെയും സ്ലോപ്പ്, ഈ ഒരു ഫ്ലോറിൻ്റെ സ്ലോപ്പ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ ഒരു കോർണറിൽ വന്ന ശേഷം ഇവിടെ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ എഡിറ്റ് ചെയ്യണം, അതായത് മെഷർമെൻറ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ ഒരു 500 mm കൊടുക്കുകയാണ്. അതുപോലെ ഈ ഒരു സൈഡും ഒരു 500 mm കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റർ കൊടുത്തു. ജസ്റ്റ് എൻ്റർ കൊടുത്തതിന് ശേഷം ക്യാൻസൽ ചെയ്താൽ മതി. അതിനുശേഷം ഇവിടെ 3Dയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫ്ലോറിൻ്റെ പൊസിഷൻ എന്നുള്ളത് കാണിച്ചു തരാം. ഇത് നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇത് നമുക്ക് ഹൈഡ് ലൈനിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഈ ഒരു ഫ്ലോർ ഉണ്ട്. ഈ ഒരു ഫ്ലോർ എന്ന് പറയുന്നത് ഇതുപോലെ ചരിഞ്ഞാണ് വന്നിരിക്കുന്നത്. 2 എൻഡ് നമ്മൾ 500 mm കൊടുത്ത സമയത്ത് ഈ ഒരു ഫ്ലോറിൻ്റെ ഹൈറ്റ് അല്പം മാറിയിട്ടുണ്ട്. മറ്റേ ഹൈറ്റ് അതുപോലെ തന്നെ 0-ലുണ്ട്. ഇനി എനിക്ക് ഇവിടെ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം സ്ലോപ്പ് മതിയെങ്കിൽ അങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഈ ഒരു സൈഡ് എനിക്ക് 0 ആണ് വേണ്ടത്, എനിക്ക് സ്ലോപ്പൊന്നും വേണ്ട എങ്കിൽ ഇവിടെ 0 കൊടുക്കാം. ഈ ഒരു സൈഡ് മാത്രം 500 വരും. ഇപ്പോൾ ഇവിടെ ഈ എഡ്ജ് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഫ്ലോറിൻ്റെ എഡ്ജ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 250 mm സ്ലോപ്പ് വരും. കാരണം എന്താണ്, ഇവിടെ 500 mm ലിഫ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ലോപ്പ് ഇതുപോലെ ഞാൻ ഗ്രാജുവലി താഴേക്ക് വരണം. അപ്പോൾ 250 mm ഒക്കെ ഇവിടുത്തെ ഒരു ഹൈറ്റ് ആയിട്ട് വരും. ഇതിൻ്റെ 3D വേണമെങ്കിലും ഒന്ന് നോക്കാം, എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. ഓക്കെ, 3Dയിൽ നോക്കുമ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു സ്ലോപ്പ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സൈഡ് മാത്രമാണ് സ്ലോപ്പ് വന്നിരിക്കുന്നത്, ബാക്കി എല്ലാ സൈഡും 0 ആണ്. ഇവിടെ ഈ മോഡിഫൈ സബ് എലമെൻ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു രീതിയിൽ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നത്. അതായത് ഇവിടെ ഈ പോയിന്റുകളെല്ലാം ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. ഇവിടെ നമുക്കൊന്നും ചേഞ്ച് ചെയ്യാനൊന്നും സാധിക്കത്തില്ല. ഓക്കെ, ഇതിനെ ജസ്റ്റ് ഞാൻ മൂവ് ചെയ്ത് മാറ്റി വയ്ക്കാം എന്നുള്ളതല്ലാതെ ഈ പോയിന്റ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പോയിന്റ് നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് പോയിന്റ് കൊടുത്തിട്ട് അതിന് സ്ലോപ്പ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൂളാണ് ഈ ആഡ് പോയിന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഓക്കെ, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലൊരു 4 പോയിന്റ് ഇവിടെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെല്ലാത്തിനും ഒരു ഹൈറ്റും കൊടുക്കുകയാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇതിനും ഒരു 500 mm കൊടുത്തു. അതുപോലെ തന്നെ ഇതിനും ഒരു 500 mm ഹൈറ്റ് കൊടുക്കുകയാണ്. ഇവിടെ ഞാനൊരു 500 mm ഹൈറ്റ് കൊടുക്കുകയാണ്. ഇവിടെയും ഞാനൊരു 500 mm ഹൈറ്റ് കൊടുത്തു. ഓക്കെ, അതിനുശേഷം 3D വ്യൂയിലേക്ക് പോകാം. 3D വ്യൂയിൽ എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, 3D വ്യൂയിലേക്ക് വന്നതിനായിട്ട് നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അത് നമ്മൾ കൊടുത്ത പോയിന്റ് എല്ലാം 500 mm ലിഫ്റ്റായി നിൽപ്പുണ്ട്. അതായത് ഒരു സ്ലോപ്പ് താഴേക്ക്, അതായത് ഇവിടെ നിന്ന് ഒരു 500 mm മേളിലേക്ക് ഒരു സ്ലോപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ടൂൾ ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ സ്ലോപ്പ് ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. എനിക്കിപ്പം സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിൽ നിന്ന്, അതായത് സെൻട്രൽ പോർഷനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്തേക്ക് സ്ലോപ്പ് വേണ്ട, ഈ ഒരു ഭാഗത്തേക്ക് മാത്രം മതി സ്ലോപ്പ്. നമുക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് സ്പ്ലിറ്റ് ലൈൻ എന്ന് പറയുന്നൊരു ടൂളുണ്ട്, ഇത് യൂസ് ചെയ്യണം. ഇത് യൂസ് ചെയ്തതിന് ശേഷം ഞാനിപ്പം ഇവിടെ ഒരു ലൈൻ കൊടുക്കുകയാണ് ഇതുപോലെ. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ഒരു പോയിന്റ് ഡിലീറ്റ് ചെയ്യുകയാണ്. അതുപോലെ ഈ ഒരു പോയിന്റ് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ ഇതൊരു ക്യാൻസൽ 3D വ്യൂയിലേക്ക് പോവുകയാണ്. ഇവിടെ 3D വ്യൂയിലേക്ക് പോകുമ്പോൾ കണ്ടോ, ഈ ഒരു സൈഡിൽ മാത്രമേ ഈ ഒരു സ്ലോപ്പ് വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് സ്ലോപ്പില്ല, ഫ്ലാറ്റായിട്ട് തന്നെ ഈ ഒരു രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കണ്ടീഷൻസ് ഈ ഫ്ലോറിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇവിടെ എഡിറ്റ് ബൗണ്ടറിയിലേക്ക് വന്നതിന് ശേഷം ഇവിടെ സ്ലോപ്പ് ആരോ കൊടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലോർ സ്ട്രെയിറ്റ് ലെവലാണെങ്കിൽ, ഒരേ ലെവലിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ആരോ കൊടുക്കാനൊക്കെ. അല്ലാതെ ഇവിടെ വേറെ എന്തെങ്കിലും ഒരു സ്ലോപ്പ് ഇവിടെ കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ആരോ കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എറർ കാണിക്കും. ഇപ്പം നിലവിൽ ഈ ഒരു ഫ്ലോറിനൊരു സ്ലോപ്പ് ഉണ്ട്. ഇപ്പം ഞാനിവിടെ ആരോയും വരച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഈ ടിക്ക് മാർക്ക് കൊടുക്കാൻ നേരത്തെ ഇവിടെ എറർ കാണിക്കും. കണ്ടോ, ഇതുപോലൊരു എറർ മെസ്സേജ് വരും. ഓക്കെ, അതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ ഇതിനകത്തൊരു ആരോ മാർക്ക് കൊടുത്തതിന് ശേഷം ഇപ്പം ഈ ഒരു ഫ്ലോർ സെലക്ട് ചെയ്ത് ഇവിടെ എഡിറ്റ് ബൗണ്ടറിയിലേക്ക് വന്ന് ഞാനിപ്പോൾ സ്ലോപ്പ് ആരോ കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഈ സ്ലോപ്പ് ആരോ കൊടുത്തതിന് ശേഷം ഇപ്പോൾ സ്ലോപ്പ് ആരോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് നോക്കാം, ഇതിൻ്റെ 3D വ്യൂ നോക്കാം. ഓക്കെ, ഒരു സ്ലോപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ ലെവൽ 1ലേക്ക് പോയതിനു ശേഷം ഇതിനെ വീണ്ടും എഡിറ്റ് ചെയ്തിട്ട് ഇവിടെ ആഡ് പോയിന്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ സ്ലോപ്പ് ആരോ നമ്മളിവിടെ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും എനേബിൾ ആയിട്ട് വരില്ല. ഇപ്പം ഞാൻ ഈ ഒരു ആരോ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഡിലീറ്റ് കളഞ്ഞ് അതിനുശേഷം ഇവിടെ ടിക്ക് കൊടുത്തു. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോഡിഫൈ സബ് എലമെൻറ്റ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വരും. പിന്നെ അതുപോലെ നമ്മൾക്ക് ഇതിപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ ചെയ്തു. ഓക്കെ, അതിന് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എഡിറ്റ് പോയിന്റ് വന്നതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു 2-3 പോയിന്റ് കൊടുത്ത് ഇവിടെ ഒരു വാല്യൂ കൊടുക്കാൻ പോവാണ്. ഓക്കെ, 500
എന്നൊരു വാല്യൂ കൊടുത്തു. ഓക്കെ, എനിക്ക് ഈ ഒരു സ്ലോപ്പ് ഇപ്പോൾ ഇവിടെ വേണ്ട, എനിക്ക് പഴയ കണക്ക് റീസെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഇവിടെ റീസെറ്റ് ഷേപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ റീസെറ്റ് ആകും. അപ്പോൾ ഇതൊക്കെയാണ് ഫ്ലോർ മോഡിഫിക്കേഷനിൽ വരുന്ന കാര്യങ്ങൾ.